എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കാണ്. ഒരുപാട് തവണ പോയ ഒരു സ്ഥലമാണ്. എത്ര പോയാലും മതി വരാത്ത ഒരു സ്ഥലമാണ് വയനാട്. വയനാട്ടിലെ മനോഹരമായൊരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഊര്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഗോത്ര പൈതൃക ഗ്രാമം എന്ന പേരിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം അറിയപ്പെടുന്നത്. ഗോത്രം എന്ന് പറയുമ്പോൾ ആദിവാസി ഗോത്രം ഉൾപ്പെടെയുള്ള ജനതയുടെ സംസ്കാരം, അവരുടെ വീടുകൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, അതേപോലെ അവരുടെ ആ ഒരു ജീവിത രീതിയൊക്കെ അടുത്ത് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെയൊരു ടൂറിസ്റ്റ് കേന്ദ്രം നിർമ്മിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഊര് മാറിയിരിക്കുകയാണ്. വയനാട്ടിലെ പൂക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ 2 ഫാമിലി, എൻ്റെ സുഹൃത്തിൻ്റെ ഫാമിലിയും ഞാനും വൈഫും കൂടിയാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. ആദിവാസികളുടെ വീടിൻ്റെ മാതൃക എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അത് അറിയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തനിമയായ മാതൃകയിലാണ്, വൈക്കോലെല്ലാം മേഞ്ഞ് ആ തനിമയായ രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്.
പിന്നെ കുറേ കരകൗശല വസ്തുക്കളുണ്ട്, അവരുടെ നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, പിന്നെ അതേപോലുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഏലക്കായ്, അതേപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കറുവപ്പട്ട, ഗ്രാമ്പു ഒക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. നല്ലൊരു വിപണന കേന്ദ്രം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇതിന് ട്രൈബൽ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ഒരു നല്ല വിപണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും കഴിയും, ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടാനും ഒരു അവസരം ഉണ്ടാകും. പറയാൻ 1000 കണക്കായി പറഞ്ഞു. ഒക്കെ നിങ്ങളെ സ്വന്തം ഉൽപ്പന്നം അല്ലേ? വയനാടിൻ്റെ ഉൽപ്പന്നങ്ങൾ. റേറ്റൊക്കെ എങ്ങനെയാണ്? തേനൊക്കെ ആർട്ടിഫിഷ്യലുണ്ട്. ഈ കാഴ്ചകളെല്ലാം കാണുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ആ പഴയ ജീവിത രീതി, നെല്ല് കുത്തുന്നു സ്ത്രീകളെ ഒക്കെ കാണാം. നമുക്ക് പഴയ ഉരൽ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അത് പഴയ ആ ഒരു രീതി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ഗോത്രവർഗ കലാരൂപങ്ങൾ വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ കലോത്സവങ്ങളിലൊക്കെ പുതിയ ഇനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗോത്രവർഗക്കാരുടെ, ആദിവാസികളുടെയൊക്കെ കലാരൂപങ്ങൾ ഇപ്പോൾ നൃത്തരൂപങ്ങൾ ഇപ്പം കലോത്സവത്തിലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഗോത്രവർഗക്കാരുടെ ഒരു കലാരൂപം ആസ്വദിക്കാനുള്ള ഒരു അവസരവും കൂടി കലാരൂപമുണ്ട്. അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത്. അവർ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക നൃത്തമാണിത്, പതിഞ്ഞ താളത്തിൽ. ആ നൃത്തത്തിൻ്റെ പ്രത്യേകതയാണ് ശരീരം മുഴുവൻ അറിഞ്ഞുകൊണ്ടുള്ള, എന്നാൽ വളരെ മൃദുവായ ചുവടിലുള്ള ഒരു നൃത്തമാണിത്. അത് തുടക്കത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, ഈ കാണുന്ന മനോഹരമായ പ്രകൃതി ഭംഗി തന്നെയാണ്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ പ്രകൃതി ഭംഗിക്ക് സമാനതകളില്ല എന്ന് പറയാം. അത്രയും സൂപ്പറാണ്. ഈ കുന്നിൻ്റെ മുകളിൽ ഒരു 25 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഊര്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ദൂരേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന പ്രകൃതി, ഞങ്ങൾ ഒരു ഉച്ച സമയത്തായതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. ഇതൊരു സായാഹ്നത്തിലൊക്കെ ആണെങ്കിൽ, വൈകുന്നേരമൊക്കെ ആണെങ്കിൽ കിടിലനായിരിക്കും. ഇതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ടാവും ഈ സായാഹ്ന സമയത്ത് ഈ ആകാശത്തിന്. ആ പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത്. പിന്നെ കണ്ടൊരു പ്രത്യേകത, വയനാട് എന്ന് കേൾക്കുമ്പം തന്നെ സഞ്ചാരത്തിൻ്റെ പ്രയാസങ്ങളൊക്കെയാണ് നമ്മളെ മനസ്സിലെത്തുക. പക്ഷേ ഈ വിനോദസഞ്ചാര കേന്ദ്രം നിങ്ങൾ നോക്കൂ, നടന്ന് കയറാനുള്ള സ്റ്റെപ്പുകൾ, നടപ്പാതകൾ, ഇവിടെയൊക്കെ ചെങ്കല്ല് ഉപയോഗിച്ചിരിക്കുന്ന പാതകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെങ്കൽ പാതകൾ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ചെങ്കൽ പാതകളൊക്കെ നിലത്ത് കല്ലു പാകി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ വഴികളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ സംഭവം തന്നെയാണ് ഇവിടെ. പിന്നെ ഏതൊരു സഞ്ചാര കേന്ദ്രത്തിലും വളരെ അപൂർവമായിട്ടേ ഭക്ഷണശാല ഉണ്ടാവുകയുള്ളൂ. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഭക്ഷണശാല ഉണ്ടാവണമെന്നില്ല. ഇവിടെ നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു ഭക്ഷണശാലയുണ്ട്. അതേപോലെ ഇതും ഒരു ഭക്ഷണശാലയാണ്. മറ്റ് 2 ഭക്ഷണശാല ഇവിടെ കണ്ടിട്ടുണ്ട്, ഹോട്ടലുകൾ. ഇവിടെ എന്തെല്ലാം ഫുഡുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടില്ല. നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടുണ്ട്. ലളിതമായൊരു ഭക്ഷണമാണ്. പിന്നെ ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ പാസ് മുഖാന്തരമാണ് ഇവിടുത്തെ പ്രവേശനം. പാസ് വേണം. ഒരാൾക്ക് 80 രൂപയാണ് പാസ്. അതായത് നമ്മൾ വരുന്ന വാഹനം ഇവിടെ നിർത്തണം, അവിടെ പാർക്ക് ചെയ്തിടുകയാണ്. ഇനി പ്രൈവറ്റ് നമ്മുടെ വാഹനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ പാർക്ക് ചെയ്യുകയാണ് വാഹനങ്ങളൊക്കെ. പാർക്ക് ചെയ്തതിന് ശേഷം തുടർന്നുള്ള യാത്ര ജീപ്പിലാണ്. അതായത് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ പാസ് എടുത്തതിന് ശേഷം പാസിൽ ക്രമ നമ്പർ ഉണ്ടാവും. ക്രമ നമ്പർ, ടോക്കൺ നമ്പർ വിളിക്കും. ഇതേപോലെ 1-2 പേര് നിന്നിട്ട് ടോക്കൺ നമ്പർ വിളിക്കും. അത് വിളിക്കുമ്പോൾ നമ്മൾ ജീപ്പിനടുത്തേക്ക് ചെന്നാൽ മതി. അവർ നമ്മളെ ജീപ്പിൽ കയറ്റി അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. ഈ ജീപ്പിലാണ് നമ്മൾ കുന്നിൻ മുകളിലെ കേന്ദ്രത്തിൽ എത്തുന്നത്. അവിടുന്ന് തിരിച്ചുള്ള യാത്രയും ഇതേ ജീപ്പിൽ തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് പണം ചിലവാക്കേണ്ടതില്ല. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേറെ പാസൊന്നും ഇതില്ല. താഴെയും ഇവിടുന്ന് നമ്മൾ എടുക്കുന്ന ഈ 80 രൂപയുടെ പാസ് മതി യാത്രയ്ക്കും. അവിടെ കയറി ടൂറിസ്റ്റ് കേന്ദ്രത്തിനുള്ളിൽ കയറി ആ കാഴ്ചകൾ കാണാനൊക്കെ തന്നെ അത് മതി. അങ്ങനെ എന്തായാലും ഒരു എണ്ണൂരിലേക്കുള്ള യാത്ര നല്ലൊരു അനുഭവമായിരിക്കും. ഒരു ശാന്തത മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു അന്തരീക്ഷം അവിടെയുണ്ട്. കാരണം ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ എത്ര ആളുകളുണ്ടെങ്കിലും അവിടെ ഒരു ജാമാകുന്നില്ല, ഒരു തിക്കും തിരക്കും അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല. ഓരോരുത്തർക്കും സ്വതന്ത്രമായി കാഴ്ചകൾ കണ്ട് അങ്ങനെ നടക്കാം. ഇടയ്ക്ക് ഇതേപോലെ വിശ്രമിക്കണമെങ്കിൽ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ്, വേറിട്ടൊരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കുറേ ദൃശ്യങ്ങളൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് പറ്റാവുന്ന ഒരു ദിവസമൊക്കെ ഒന്ന് സന്ദർശിക്കുക. മറ്റ് സ്ഥലങ്ങളെപ്പോലെ അങ്ങനത്തെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജീപ്പ്
മുകൾ തട്ടിലേക്ക് വരുന്ന അവിടം വരെ ടാർ ചെയ്ത നല്ല റോഡാണ് ഉള്ളത്. ചിലപ്പോൾ നിങ്ങളെല്ലാം അവിടെ പോയതായിരിക്കാം, പക്ഷേ ഞാൻ പലതവണ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഒരു സമയം ഒത്തു വന്നത്. ഇപ്പം യാത്രയ്ക്ക് പറ്റിയൊരു സമയം കൂടിയാണല്ലോ. എന്തായാലും കുറേ ദൃശ്യങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എന്തായാലും മറ്റൊരു നല്ല വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭയാത്ര നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.